ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പരിചയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ. PSCക്കൊക്കെ 5 തൊട്ട് 14 മാർക്ക് വരെ, മെയിൻസും കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്, വിത്ത് സിവിക്സ്. അപ്പം ഇത്രയും മാർക്ക് സിവിക്സ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു 7 തൊട്ട് 14 മാർക്ക് വരെയൊക്കെ ചോദിക്കാം, 5 തൊട്ട്. അപ്പോൾ പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസിനൊക്കെ 5 മാർക്കിൻ്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരും, 5 മാർക്കിൻ്റെ ഒക്കെ സിവിക്സിൽ നിന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. സിവിക്സ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫർദർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനമാണ് സിവിക്സ്. അപ്പം നിങ്ങൾക്ക് തോന്നും കുറച്ച് നിയമങ്ങൾ പഠിച്ചാൽ പോരെ. ഓക്കെ, ശരി, സിവിക്സിൽ കൂടുതലും നമ്മൾ നിയമങ്ങളും മറ്റു കാര്യങ്ങളുമാണ്, അതിൻ്റെ സാധ്യതകളും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പം നിയമങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നിയമങ്ങൾ ആരുണ്ടാക്കി, നിയമങ്ങൾ എങ്ങനെ ഉണ്ടായി, നിയമങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായി നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ അതിനുള്ള ഉത്തരവാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക എന്നുള്ളത്. ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമങ്ങളും മറ്റു കാര്യങ്ങളും സിവിക്സിൽ വരുമ്പോൾ ആ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം ആർക്ക്, എങ്ങനെ, എന്തുകൊണ്ട്, എവിടുന്ന് കിട്ടി എന്നൊക്കെ ഉള്ളതിൻ്റെ ഉത്തരം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന വഴി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന വഴി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും. ഫാക്ട്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ഫിലോസഫി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാക്ട്സ് ആണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിന് ഒരിക്കലും നിങ്ങൾ കണ്ട ആർട്ടിക്കിൾസ് മുഴുവനും കാണാതെ പഠിക്കണമെന്നോ, പാർട്സ് ഇതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കാണാതെ പഠിക്കും, കണ്ട് റിവിഷൻ ചെയ്യുമ്പോൾ. അതിന് മുന്നേ ഇതിൻ്റെ ഫിലോസഫി അറിയാതെ നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവും, പെട്ടെന്ന് മറന്നു പോകും. അതേസമയം ഇതിൻ്റെ ഫിലോസഫി അറിഞ്ഞിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടി വരികയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പം കുറച്ചുകൂടെ എഫേർട്ട്ലെസ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ആമുഖമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ അല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഈ ക്ലാസ്സിൽ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദൗത്യം അതെന്താണെന്നൊക്കെ പഠിച്ചിട്ട് നമുക്ക് പതിയെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പഠിക്കാം. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദൗത്യം എന്താണ്? ആദ്യം ഇത് ഞാൻ ഒരു അല്പം ഡീപ്പിൽ പോകാം. അതായത് നമ്മൾ മനുഷ്യന്മാർ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന പല കാര്യങ്ങളുണ്ട് മനുഷ്യന്മാരെ. അതിലൊന്നാണ് നമ്മളൊരു സമൂഹ ജീവിയാണ്. അതായത് നിങ്ങളുടെ വീട്ടിലെ ഏത് ജന്തുവിനെ നോക്കിക്കോളൂ, അവരൊരിക്കലും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തൊക്കെ ജീവിക്കുന്നത് വളരെ കുറവാണ്. ഈ ആനകളിലും അല്ലെങ്കിൽ അങ്ങനത്തെ ചില ജന്തുക്കളിൽ ചില കൂട്ടമായിട്ട് ജീവിക്കുന്ന ജന്തുക്കളെ നിങ്ങൾ കണ്ടിട്ട് കാണും. പക്ഷേ മനുഷ്യൻ്റെ അത്രയും ഒരു സാമൂഹ്യ ജീവിയായിട്ടുള്ള ഒരു ജന്തുവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം മനുഷ്യൻ എന്താണ്? ഒരു സാമൂഹ്യ ജീവിയാണ്. വേറൊരു പ്രത്യേകത, നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസാണ്. 100 പേരുണ്ട്, 100 പേർക്ക് 100 അഭിപ്രായമായിരിക്കും. ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മനുഷ്യന്മാർ ഒരു ഗ്രൂപ്പിൽ ജീവിക്കണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതേസമയം മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? അതുമില്ല. കാരണം പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, നമുക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനൊക്കെ കൂടിയാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം റിലീജിയൻ തന്നെ എടുക്കുക നമ്മൾ. ഇപ്പം റിലീജിയൻ, ഇപ്പോൾ ഒരാളുടെ വിവാഹം അല്ലെങ്കിൽ മരണം, ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലേ? അപ്പോൾ അതൊക്കെ വരുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും ഈ റിലീജിയനും കാര്യങ്ങളുമാണ്. മറ്റു മനുഷ്യന്മാരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, അതിനെ കൂടുതലും നിയമങ്ങളും, ഇപ്പോൾ അയൽപ്പക്കക്കാരനുമായിട്ട് നിങ്ങൾക്കൊരു പിണക്കം വന്നു, കൂടുതലും നമ്മൾ നിയമത്തിൻ്റെ വഴിയല്ലേ പോകുന്നത്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ നിയമങ്ങളും റിലീജിയനും ഒക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് നിന്നാലേ നമുക്കതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പം ഗ്രൂപ്പുകളിലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പം ഈ സാമൂഹ്യ ജീവിയായിട്ടുള്ള മനുഷ്യൻ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും 100 അഭിപ്രായങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകും, അല്ലേ? ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ എന്താ വേണ്ടത്? ഒരുമയാണ്. നമുക്ക് 100 പേർക്ക് 100 അഭിപ്രായമാണ് താനും, എന്നോട്ട് ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ആ ഗ്രൂപ്പിൽ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് വെക്കുക എന്നുള്ളതാണ്. ആ പ്രിൻസിപ്പിൾസിനോട് യോജിക്കുന്നവർ ആ ഗ്രൂപ്പിൽ നിൽക്കട്ടെ. നിങ്ങളുടെ സ്വഭാവം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇന്ന ഗ്രൂപ്പിൽ ചേരുന്നതിന് ഇങ്ങനെ മാനദണ്ഡങ്ങളുണ്ട്, നിങ്ങൾ റെഡിയാണെങ്കിൽ ചേർന്നോളൂ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആളുകൾ അതിൽ നിൽക്കുന്നവർ നിൽക്കുക, അല്ലാത്തവർ പോകും, അല്ലേ? അപ്പം നമ്മൾ ഏതൊരു ഗ്രൂപ്പിലും ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് വേണം. അപ്പോൾ അടുത്ത ചോദ്യം, ആരെ ഈ പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? അതായത് ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരും കൂടെ 100 പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളെ
എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഇത് തിരഞ്ഞെടുക്കുന്നത്? ആരാണ് ഇതിനെ തിരഞ്ഞെടുക്കേണ്ടത്? മനസ്സിലായോ? അപ്പം ഇനി ഇൻ കേസ് ഇനി ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടും ഗ്രൂപ്പിനെ നയിച്ചോണ്ട് പോകാനും വേണ്ടി, പക്ഷെ അയാൾ ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ പവർ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഗ്രൂപ്പിലെ ബാക്കിയുള്ള മെമ്പേഴ്സിന് ബുദ്ധിമുട്ടല്ലേ? അപ്പം എങ്ങനെയാ നമ്മൾ തന്നെ കയറ്റി വെച്ച മനുഷ്യനെ ഇറക്കാം താഴോട്ട്? അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? അതായത് ഒരു ഗ്രൂപ്പിലെ ഒരാളെ നമ്മൾ മെയിനാക്കി, പക്ഷെ മെയിനാക്കിയ ആൾ മെയിൻ കളിയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഉത്തരവാദിത്തമില്ല, അല്ലെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗ്രൂപ്പിലെ ബാക്കി മെമ്പേഴ്സിനും ഇതിലൊരു സേ വേണ്ടേ? അല്ലേ? അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പം അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കണം, അതിനൊരു ബേസിക് പ്രിൻസിപ്പിളും സ്വഭാവവും വേണം. അത് ആരുണ്ടാക്കണം, അതുണ്ടാക്കുന്ന ആളുകളെ ആര് തിരഞ്ഞെടുക്കണം, ഇനി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് ഒരു പ്ലാൻ വേണം. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ ആ ഗ്രൂപ്പ് മുന്നോട്ട് നിലനിൽക്കത്തുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഇതെന്താ പറ്റുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മിസ്സിങ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് നിലനിൽക്കില്ല. കുറച്ച് കാലമൊക്കെ അത് ഓടും, പിന്നെ അതങ്ങ് തന്നെത്താൻ എന്ത് ചെയ്യും, അത് ഇല്ലാണ്ടാകും. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്, ഇങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു രാജ്യം ഒരു സ്റ്റേറ്റ്, നിങ്ങൾ സ്റ്റേറ്റ് എന്ന് കരുതുക. അതായത് കുറേ ആളുകൾ, ഇപ്പോൾ ഇന്ത്യ പോലൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും വൈവിധ്യമാർന്ന സ്വഭാവങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഉള്ള, പല പ്രശ്നങ്ങളും പല ഗുണങ്ങളും ഒക്കെയുള്ള, അങ്ങ് താഴെത്തൊട്ടും വരെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അത്രയും വലിയ ടെറിട്ടറി, പിന്നെ പലതരത്തിലുള്ള റേഷ്യൽ ഗോത്രങ്ങളിലുള്ളവർ, പല സ്വഭാവങ്ങളുള്ളവർ, പല സംസ്കാരങ്ങളുള്ളവർ, പല ഭാഷകളുള്ളവർ, മരുഭൂമിയിൽ താമസിക്കുന്നവർ, കടലിൻ്റെ അറ്റത്ത് താമസിക്കുന്നവർ, അപ്പം ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കാസ്റ്റും മറ്റ് ഹൈറാർക്കികൾ വേറെ, സ്ത്രീകളും പുരുഷന്മാരും മറ്റ് ജെൻഡേഴ്സ് വേറെ, അപ്പം കുട്ടികൾ വേറെ, വൾനറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പം ഇത്രയും ആളുകളെ എല്ലാവരെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഇവരെല്ലാവരും ഒരേ കാര്യം അംഗീകരിക്കുമോ? ഇല്ല, ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ കാണും. പക്ഷെ നമ്മളൊരു ഈ പറയുന്ന പോലെ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ കാണും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പൊതുവെ കുറവായിരിക്കും നമ്പേഴ്സിൽ. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കുകയില്ല. എല്ലാവരും ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 100 പേരും അംഗീകരിക്കുന്ന 1-2 കാര്യങ്ങളെ കാണത്തുള്ളൂ, അല്ലേ? അതായത് 1-2 പ്രിൻസിപ്പിളെ കാണത്തുള്ളൂ. 100 പേര് 100 പ്രിൻസിപ്പിൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. 1000 പ്രിൻസിപ്പിൾസ് നമ്മൾ കൊടുത്താൽ അതിൽ 1-2 എണ്ണം എല്ലാവരും അംഗീകരിച്ചാലായി. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ നിയമങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അതൊരു ബേസിക് സ്ട്രക്ചർ കൊടുക്കുന്നു എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പം ഒരു രാജ്യം എങ്ങനെ ഓടണം, അതിന് വേണ്ട പ്രോഗ്രാമിങ് ചെയ്തു വെക്കുന്ന കുറേ പ്രിൻസിപ്പിൾ അടങ്ങിയിരിക്കുന്ന ഡോക്യുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അതൊരു ബോഡിയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താ? നിയമങ്ങൾ ഉണ്ടാക്കുക അല്ല, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി എഴുതി വെക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദൗത്യം. നമ്മൾ നിയമങ്ങളെന്ന് ചാടി കയറി ചിന്തിക്കരുത്. എല്ലാവരുടെ മനസ്സിൽ നിയമങ്ങളെന്നാണ് ചിന്ത, മനസ്സിലായോ? നിയമങ്ങളല്ലാതെ ആരൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദൗത്യം. അല്ലാതെ നിയമങ്ങൾ ഉണ്ടാക്കലല്ല, ആരൊക്കെയാണ് നിയമങ്ങൾ ഉണ്ടാക്കാൻ എലിജിബിൾ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം NCERT പുസ്തകം അനുസരിച്ച് ഫസ്റ്റ് ദൗത്യം എന്താണ്? A constitution is a body of fundamental principles according to which a state is constituted or governed. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് രൂപീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഭരിക്കപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, നിയമങ്ങൾ എന്ന് പറയണ്ട, പ്രിൻസിപ്പിൾസ് ആണ് അതിന് കറക്റ്റായിട്ടുള്ള വാക്ക്. ഓക്കെ, അപ്പം അതാണ് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഞാൻ ഒന്നുകൂടി പറയാം, അല്ലെങ്കിൽ വേറൊരു സെൻറ്റൻസ്. ദ ഫസ്റ്റ് function of a constitution is to provide a set of basic principles that allow for minimal coordination among members of society. അതായത് ആളുകൾ കുറേ പേരുണ്ട്, കുറേ ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അവരിലധികം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു മിനിമം കോർഡിനേഷനിൽ എല്ലാവർക്കും, ഒരു ബേസിക് കോർഡിനേഷനിൽ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രിൻസിപ്പിൾ എന്നുള്ള വാക്ക് ചിലപ്പം ആളുകൾ ഇൻ്റർചേഞ്ച് റൂൾസ് ഒന്നും പറയും.
റൂൾസ് എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷെ നിങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ വ്യാഖ്യാനിക്കരുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചില അരുതുകളും അല്ലെങ്കിൽ ചില നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആകാവുന്ന കാര്യങ്ങളും അരുതുകളും ഒക്കെ എഴുതിയിരിക്കുന്ന റൂൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫൈൻ. പക്ഷേ നിങ്ങളത് ഭയങ്കരമായിട്ട് അത് 100% അതിൻ്റെ അർത്ഥത്തിൽ എടുക്കേണ്ട. റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു മിനിമം കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ബോഡിയാണ്, ഒരു ഗ്രൂപ്പിൽ, അതായത് നമ്മുടെ സ്റ്റേറ്റിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ രാജ്യത്ത് ആളുകളുടെ ഇടയിൽ എല്ലാവരും പല സ്വഭാവമുള്ള ആളുകളുടെ ഇടയിൽ പല രീതിയും സംസ്കാരങ്ങളും ഉള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഇത്ര ശതമാനമെങ്കിലും ആളുകളെ പ്രിൻസിപ്പിൾസുമായിട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ദൗത്യം മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്, the second function of a constitution is to specify who has the power to make a decision in a society. ഇപ്പോൾ അതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? ഗ്രൂപ്പിൽ കാര്യങ്ങൾ നടക്കണം, എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ബാക്കിയുള്ളവർ ഇടപെടണം. ചുമ്മാ ഇടപെട്ടാൽ മതിയോ? സസ്റ്റൈനബിൾ ആയിട്ട് വേണം ഇടപെടാൻ. അപ്പം അതിനാരൊക്കെ ഇടപെടണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ആരാണ് ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് കൂടെയുള്ള ഉത്തരം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. ദ സെക്കൻഡ് ഫങ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു സ്പെസിഫൈ ഹൂ ഹാസ് ദ പവർ ടു മേക്ക് ഡിസിഷൻ ഇൻ എ സൊസൈറ്റി. ഇറ്റ് ഡിസൈഡ്സ് ഹൗ ദ ഗവൺമെൻറ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ദ ഗവൺമെൻറ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ടത് എന്നൊക്കെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. എന്തിനു വേണ്ടിയുള്ള ആളുകൾ, അതായത് ഒരു ദേശത്ത് കുറച്ച് പേര് താമസിക്കുകയാണ്, അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും പ്രാവർത്തികമാകുന്ന അതായത് പ്രയോജനത്തിൽ വരുന്ന, അവർക്ക് എല്ലാവർക്കും ലോജിക്കലി അംഗീകരിക്കാൻ പറ്റുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് എഴുതി വെച്ചിട്ടുള്ള ഒരു ബോഡിയാണ്. അതിനനുസരിച്ചായിരിക്കും ആ സ്റ്റേറ്റ് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രാപ്തരായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നിർണ്ണയിക്കുക എന്നുള്ളതും കൂടാണ് രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദൗത്യം. ആദ്യം പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുക, രണ്ടാമത്തേത് സമൂഹത്തിലെ ആ ഗ്രൂപ്പിലെ ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ദൗത്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ദൗത്യം കഴിഞ്ഞു. ആരൊക്കെയാണ് സമൂഹത്തിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തരായിട്ടുള്ളവർ എന്നുള്ളത് തീരുമാനിച്ചു. അതായത് ഒരു ഗ്രൂപ്പിൽ 100 പേരുണ്ട്. 100 പേരിൽ 10 പേരെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ, ഭാവി പരിപാടികൾ എന്താണെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പിനെ ഏർപ്പെടുത്തിയേക്കുക, 10 പേരുടെ ഗ്രൂപ്പിനെ. പക്ഷേ ഈ 10 പേരുള്ള ഗ്രൂപ്പ് തോന്നിയവാസം ചെയ്താൽ എന്താ സംഭവിക്കുക? അതായത് ആരെയാണോ തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള പവർ കൊടുത്തത് അവർ തോന്നിയവാസമാണ് ചെയ്യുന്നതെങ്കിൽ, അവർ ഗ്രൂപ്പിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഗ്രൂപ്പിലുള്ള ആളുകൾ വേറെ പണിക്ക് പോകും. ഗ്രൂപ്പ് അപ്പം എന്ത് ചെയ്യും? നിന്നു പോകും. അല്ലേ? സസ്റ്റൈനബിൾ ആണോ അത്? അല്ല. ഇപ്പം ആ ഗ്രൂപ്പിലെ തീരുമാനം, ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള ആരാണോ അവർ നല്ല രീതിയിൽ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്താൽ ആ ഗ്രൂപ്പ് നിലനിൽക്കും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകും. അപ്പം ഈ ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള കുറച്ച് പേര് അവിടെ ഇരിപ്പുണ്ട്. അവർ തോന്നിവാസം കാണിക്കാതിരിക്കാൻ അവരിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുക എന്നുള്ളതും ആരുടെ ഒരു ചുമതലയാണ്, അല്ലെങ്കിൽ ആര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ഒരു സമൂഹത്തിൽ, ഒരു ഗ്രൂപ്പിൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടെങ്കിൽ, ഒരു 100 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു 10 പേരാണ് ഡിസിഷൻ മേക്കിംഗ് പവർ എടുക്കുന്നതെങ്കിൽ ആ 10 പേരെ നിയന്ത്രിക്കുക, ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള പവറുള്ള ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളിൽ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ്സ് വെക്കുന്നുണ്ട്. ഗവൺമെൻറ്, നമ്മളെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് എന്തും ചെയ്യാൻ അധികാരമില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെതിരായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാകും. മനസ്സിലായോ? ഓക്കെ, അപ്പം എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയത്തില്ല. അതായത് ഗവൺമെൻറ്റിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു സ്ഥിതി നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ നമ്മുടെ ജനങ്ങൾ, ആ ഗവൺമെൻറ്റിൽ അല്ലാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ, അതായത് നമ്മൾ ജനങ്ങൾ, സാധാരണക്കാരൻ, ഗവൺമെൻറ് എന്ത് മോശം ചെയ്താലും സാധാരണക്കാർക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റും. അല്ലേ? അപ്പം ഗവൺമെൻറ്റിന് തോന്നിയ ദിവസം അപ്പം നടക്കാൻ പറ്റത്തില്ല. കാരണം ഗവൺമെൻറ് എന്ത് മോശം ചെയ്യുന്നു നമ്മൾ അതിനെതിരെ അപ്പം തന്നെ
തിരിച്ച് അടിക്കും അല്ലേ. ഇപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പേരൻസ് കമ്പ് വെച്ച് തല്ലത്തില്ലേ, നീ അത് ചെയ്ത് ശരിയാണോടാന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ശിക്ഷിക്കത്തില്ലേ പേരൻസ്. അതുപോലെ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ആളുകൾ എന്ത് ചെയ്യും, അപ്പം തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കും, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും, അല്ല അതിന് വേണ്ട റിപ്പർക്കഷൻസ് വേറെ ഉണ്ടാകും അല്ലേ. അപ്പം ഈ ജനങ്ങൾക്ക് അതിനുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റിനെതിരെ അല്ലെ ഗവൺമെന്റിനെതിരെ നമുക്ക് പൊതുജനങ്ങൾക്ക് കിട്ടുന്നതാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ. അതായത് നമ്മളൊരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പിൽ കുറച്ച് പേരെ തീരുമാനങ്ങൾ എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ തീരുമാനം എടുക്കാൻ ഏൽപ്പിച്ചവരാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് തോന്നിവാസം തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് പ്രതികരിക്കാം. അങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റിനെതിരെ ചൂണ്ടുന്ന എന്താണ്, ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആണ്. നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്താലും ജനങ്ങൾ എന്ത് ചെയ്യും, മൗലിക അവകാശങ്ങൾ ഉപയോഗിച്ച് ഗവൺമെന്റിനെ തിരുത്താൻ പോകും. അപ്പം അതിനുള്ള പവർ ജനങ്ങൾക്കുണ്ട്. അപ്പം ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഗവൺമെന്റ് എന്ന് ഓർക്കുക, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇപ്പം മനസ്സിലായോ? അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അവകാശങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ളതാണ്, ഗവൺമെന്റിനുള്ളതല്ല. ഗവൺമെന്റിന് അധികാരങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഗവൺമെന്റ് അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ ജനങ്ങൾ അവരുടെ അവകാശം വെച്ചിട്ട് ഗവൺമെന്റിന് എതിരെ തിരിയും. അപ്പം ഗവൺമെന്റിന് എപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കുക. പൊതുജനങ്ങൾക്ക് എന്താണ്? പോസിറ്റീവ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക, നെഗറ്റീവ്സ് ഏതാണെന്ന് മനസ്സിലാക്കുക. UPSCക്കൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതൊരു കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനുള്ള അവകാശം ആരാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള അധികാരം ആരാ കൊടുക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ആരെയാണോ നമ്മൾ ഈ കള്ളനെ താക്കോൽ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കള്ളനല്ല, ആരെയാണോ താക്കോൽ ഏൽപ്പിക്കാൻ കൊടുത്തിരിക്കുന്നത് ആ ആൾ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ദൗത്യമാണ്. അതിനെ എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? 10 പേരെയാണ്, ഒരു ഗ്രൂപ്പിൽ 10 പേരെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു സെൻസിൽ എടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു പവർ കൊടുത്തിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്താൽ ബാക്കിയുള്ളവരെ വെച്ചിട്ട്, ബാക്കി 90 പേർക്ക് അവകാശങ്ങൾ നൽകി അവരെ വെച്ചിട്ട് തിരുത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പം തേർഡ് എന്ന് പറയുന്നത്, ദ തേർഡ് ഫങ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു സെറ്റ് സം ലിമിറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിനെ. ലിമിറ്റ്സ് ഓൺ വാട്ട് എ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ഓൺ ഇറ്റ്സ് സിറ്റിസൺസ്. അപ്പം ഗവൺമെന്റിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിൻ്റെ ഒരു നെഗറ്റീവ് സെൻസിലാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോകുന്ന കേസസ് കണ്ടിട്ടുണ്ടോ? പ്രമുഖ കേസസ് ഉണ്ട്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അല്ലെങ്കിൽ ഇന്നയാൾ ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കോടതിയിലൊക്കെ കേസ് പോകുന്നത് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഭരണകൂടം പൊതുജനങ്ങൾക്ക് മേൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭരണകൂടം അതിൻ്റെ എന്തെങ്കിലും ദുരുപയോഗം അവരുടെ അധികാരം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? നമുക്കതിനെ എതിർക്കാം. അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാകാം. ഞാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റും കൂടെ മിക്സ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പിനെ, ആ ഗ്രൂപ്പിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും സ്വഭാവവും എന്താണെന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുക. രണ്ടാമത്തേത് ആ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഡിസിഷൻ മേക്കിങ്ങിന് പ്രാപ്തരായിട്ടുള്ളവരെന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുക. മൂന്നാമത്തേത് ഡിസിഷൻ മേക്കിങ്ങിന് പ്രാപ്തരായിട്ടുള്ളവരിൽ കുറച്ച് ലിമിറ്റ്സ് കൊണ്ടുവരിക. ഇനി നാലാമത്തേന്ന് പറയുന്നത്, the fourth function of a constitution is to enable the government to fulfill the aspiration of a society and create condition for a just society. അതായത് ഈ നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ആധുനിക കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പുതിയതായിട്ട് വന്ന കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ കാണുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഒരു സമൂഹം എന്ന രീതിയിൽ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ജനങ്ങൾ ഏതൊക്കെ രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കണം, ഒരു ഗോളും കൂടെ സെറ്റ് ചെയ്യാം. അപ്പം പഴയ കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്ന സ്വഭാവമില്ല. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഗോൾ എന്ന് പറയുന്നത് DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. അത് ഇച്ചിരി കട്ടിയെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത്
പഴയ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പേരും മീൻസ് എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾ, ഒരു ഗ്രൂപ്പിലെ ബേസിക് നിയമങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തേത് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത് അഡ്മിൻ്റെ മണ്ടയിലുള്ള ലിമിറ്റ്സ്. ഇത്തരം കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക്കായിട്ട് പണ്ടത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇനി ആ ഗ്രൂപ്പിൻ്റെ ഗോളുകൾ എന്തൊക്കെ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനമായിട്ടുമുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലാതെ നമ്മൾ പഠിക്കുന്ന നിയമങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർക്കുന്നതല്ല. പിന്നെ ഇത്ര അറിഞ്ഞു വെച്ചുകൊണ്ട് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ബുക്കിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്രയും കുറച്ച് മീൻസ് അത്ര സ്പെസിഫിക് ആയിട്ട് പറയാത്തതിന് കാരണം ജനാധിപത്യ രാജ്യങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, രാജഭരണമുള്ള രാജ്യങ്ങളും ലോകത്തുണ്ട് അല്ലേ. ആ രാജ്യങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പം ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ഒരു പ്രിൻസിപ്പിൾസ് എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റായിട്ട് മാത്രം കണ്ടാൽ മതി. അതിന് സ്റ്റേറ്റിലേക്ക് ആപ്ലിക്കേഷൻ വരുമ്പം ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. മതത്തിലേക്ക് വരുമ്പം മതത്തിനും കാണും കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന് വേറെ പേരായിരിക്കും പറയുന്നത്. അപ്പോൾ എന്താ പറയുക, എന്താ ഗ്രന്ഥമോ അല്ലെങ്കിൽ എപ്പിക്കോ അങ്ങനെ ഓരോരോ ഏത് ഗ്രൂപ്പാണെങ്കിലും നമ്മുടെ മനുഷ്യന്മാരുണ്ടാക്കിയിരിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊരു ഗ്രൂപ്പിനാണെങ്കിലും ബേസിക് സെറ്റ് ഓഫ് റൂൾസ് ഉള്ള ഒരു സംഭവമാണ്. ഇപ്പം റിലീജിയൻ വരുമ്പോഴത്തേക്കും ബൈബിൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എല്ലാത്തിനും ഒരു ബേസിക് ഒരു കാര്യങ്ങൾ എഴുതിക്കുന്ന ഒരു സംഹിത കാണും. ആ ഒരു സംഹിത എന്നുള്ള രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മനസ്സിലാക്കുക. അത് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ജനാധിപത്യം ആണെങ്കിലും രാജഭരണമാണെങ്കിലും അതിനനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ആയിരിക്കും ആ ഡോക്യുമെൻ്റ് നമ്മളിലേക്ക് എത്തുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഫിലോസഫി. ഓക്കെ, അപ്പം ഇനിയും ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ക്ലാസ്സസ് കാണും. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് എഴുതിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ക്ലാസ്സസ് കാണും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കണ്ടന്റിന് വേണ്ടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.